വർഷം 1971. ഇന്ത്യ പാക് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വൈറ്റ് ഹൗസിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം ഇന്ത്യ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം പാകിസ്ഥാനെ സഹായിക്കാൻ ആയുധങ്ങളുമായി അമേരിക്കയുടെ 7ാം കപ്പൽപ്പട എത്തിച്ചേരുമെന്നുള്ള ഭീഷണിയായിരുന്നു നിക്സന് പറയാനുണ്ടായിരുന്നത്. പാകിസ്ഥാനെ സഹായിക്കാൻ കപ്പലുകൾ അയക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടന്നു വരുന്ന കപ്പലുകളും അതിലെ നാവികരും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ശക്തമായി പറയാൻ ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. 3000-4000 മൈലുകൾക്കപ്പുറത്തിരുന്ന് ഒരു രാജ്യം അധികാരഭാവത്തോടെ ഇന്ത്യയെ ഭരിക്കുന്ന കാലമൊക്കെ എന്നോ കഴിഞ്ഞുപോയി എന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ശക്തമായി പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. വർഷം 2013. അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ദേവയാനി കോബ്രഗഡെ IFSനെ വീട്ടുജോലിക്കാരിയുടെ വിസയിൽ കൃത്രിമം കാണിച്ചു എന്നാരോപിച്ചുകൊണ്ട് നടു റോഡിൽ വെച്ച് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തീ കൊടുത്താൽ മാത്രം ചലിക്കുന്ന പാവയെന്ന് വരെ അധിക്ഷേപിക്കപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ സംഭവത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസിക്ക് മുന്നിൽ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ച് നിരത്തി കളഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ജൂൺ 10 ഒമാൻ തീരത്തുണ്ടായ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നാണ് വെപ്പ്. സാന്ദർഭികമായി ഒരു കാര്യം പറയട്ടെ. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.